തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ നേടിയ മഹാവിജയത്തിന്റെ ആലസ്യത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം പിടിച്ചെടുക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണ് കോൺഗ്രസ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുന്നിൽ നിന്ന് പടനയിക്കുമ്പോൾ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും വർക്കിംഗ് പ്രസിഡന്റുമാരും കോൺഗ്രസിനെ എണ്ണയിട്ട യന്ത്രം കണക്കെ ചലിപ്പിക്കുമ്പോൾ ഇനി ഒരു തുടർഭരണം ഇടതുമുന്നണിക്ക് ലഭിക്കില്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് ക്യാമ്പിന്റെ അവകാശവാദം. 14 ജില്ലകളിലെ 140 നിയോജക മണ്ഡലങ്ങൾ, കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരം ജില്ലയിലെ പാറശാല വരെയുള്ള 140 നിയോജക മണ്ഡലങ്ങളിൽ 100-ലധികം സീറ്റുമായി അധികാരത്തിൽ 2026 കേരളത്തിൽ വരാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് ക്യാമ്പിന്റെ കണക്കുകൂട്ടലും അവകാശവാദവും. സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾ, ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെ അടുത്ത തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രചരിപ്പിക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. അതുമാത്രമല്ല, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കന്മാർ കൂടി കേരളത്തിൽ കളം നിറയുന്നതോടെ ഇടതുമുന്നണിയെ കേരളത്തിന്റെ മണ്ണിൽ നിന്നും ഇല്ലായ്മ ചെയ്യാമെന്ന് കോൺഗ്രസ് കണക്കുകൂട്ടുന്നു. എന്തൊക്കെയാണ് കോൺഗ്രസിന്റെ പദ്ധതികൾ? ആ പദ്ധതികൾ കേരളത്തിൽ വിജയിക്കുമോ? കോൺഗ്രസ് ക്യാമ്പിന്റെ അവകാശവാദത്തിന് എത്രത്തോളം ഈ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രസക്തിയുണ്ട്? പരിശോധിക്കാം നമുക്ക് വിശദമായി. ചേട്ടാ, കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും പറയുന്നത് 140-ൽ 100 സീറ്റ് എന്നാണ്. 100 സീറ്റ് എന്ന് പറയുന്ന വലിയ വിജയം. ആ വിജയത്തിലാണ്, ആ ഒരു കോൺഫിഡൻസിലാണ് കോൺഗ്രസ്. അതിപ്പോ അത്ര എളുപ്പമാണോ? 100-ലധികം സീറ്റുമായി കേരളത്തിൽ ഭരണം പിടിക്കാമെന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് ഇപ്പോൾ ഏതുവായൊരു കാരണം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നേടിയ മിന്നും വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കാൻ കഴിയുമെന്ന് കോൺഗ്രസ് കണക്കുകൂട്ടുന്നതിന് കാരണങ്ങൾ കുറേയുണ്ട്. കാരണം ഒരു ഭാഗത്ത് സംസ്ഥാന സർക്കാരിനെതിരായ വലിയ ജനവികാരമുണ്ട് എന്നാണ് കോൺഗ്രസിന്റെ അവകാശവാദം. ശബരിമലയിലെ സ്വർണ്ണമോഷണം, അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭിക്കാതെ PSC ഉദ്യോഗാർത്ഥികളായ ചെറുപ്പക്കാർ തെരുവിലിറങ്ങുന്നു. ആശാ വർക്കർമാരുടെ സമരം ഇപ്പോഴും ഒത്തുതീർപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. സ്വാശ്രയ വിദ്യാഭ്യാസ മേഖല ഉൾപ്പെടെയുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഫീസ് വർധനവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മേഖല ആന കയറിയ പിഞ്ഞാണക്കട പോലെ തകർത്ത് തരിപ്പണമാക്കിയെന്ന് പ്രതിപക്ഷം പറയുമ്പോൾ അതിനു മറുപടി സർക്കാരിന് നൽകാൻ കഴിയുന്നില്ല. അതോടൊപ്പം തന്നെ ആഭ്യന്തര വകുപ്പ് പൂർണ്ണമായും കുത്തഴിഞ്ഞ ഒരു സംസ്ഥാനം, സാധാരണക്കാർക്ക് ആശ്രയമാകേണ്ട, സാധാരണക്കാരന്റെ ഹൈക്കോടതിയും സുപ്രീം കോടതിയും എല്ലാമായ പോലീസ് സ്റ്റേഷനുകളിലേക്ക് അവർ പോകുമ്പോൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ മർദ്ദിച്ച് അവശരാക്കുന്ന പോലീസ് സംവിധാനം. അതുമാത്രമല്ല, അകത്ത് ഒരു ഭാഗത്ത് പോലീസുകാരാണ് മർദ്ദിക്കുന്നെങ്കിൽ മറുഭാഗത്ത് രാഷ്ട്രീയ എതിരാളികളെ കൈബോംബ് കൊണ്ട് കാൽപന്ത് കളിച്ച് ആക്രമിക്കുന്ന ഡിവൈഎഫ്ഐക്കാരുടെ തനിസ്വരൂപനം, അവർക്ക് രക്ഷാപ്രവർത്തകരെന്ന ലേബൽ നൽകിക്കൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി, ഇതെല്ലാം കേരളത്തിൽ വലിയ ചർച്ചാ വിഷയമാക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. ഒരു ഭാഗത്ത് സംസ്ഥാന സർക്കാരിനെതിരാണെങ്കിൽ മറുഭാഗത്ത് കേന്ദ്ര സർക്കാരിന്റെ വർഗീയ പ്രീണന നയങ്ങൾ, രാജ്യത്തെ ജനങ്ങളെ മതത്തിന്റെയും ജാതിയുടെയും പേരിൽ വേർതിരിക്കാൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ. അതുമാത്രമല്ല, കോൺഗ്രസ് ആവിഷ്കരിച്ച പദ്ധതികളുടെ പേര് മാറ്റി ഏറ്റവും അവസാനം മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് പോലും മാറ്റിക്കൊണ്ട് ആ മഹാത്മാവിന്റെ ഓർമ്മകളെ പോലും രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കാൻ സംഘപരിവാർ ശക്തികൾ ശ്രമിക്കുമ്പോൾ അവർക്കെതിരെ പ്രതിരോധത്തിന്റെ പടയണി തീർക്കാൻ കഴിയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസ് മാത്രമാണെന്ന് കോൺഗ്രസ് ജനങ്ങളോട് പറഞ്ഞു വെക്കുകയാണ്. ഒരു ഭാഗത്ത് കേന്ദ്ര സർക്കാർ ഇത്തരം നീക്കങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ മറുഭാഗത്ത് ന്യൂനപക്ഷങ്ങളും ദളിതുകളും ഉൾപ്പെടുന്ന ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് പേരുകൾ വെട്ടിമാറ്റി വോട്ട് ചോരി നടപ്പിലാക്കി രാജ്യത്തിന്റെ ഭരണം പിടിക്കാനും അതോടൊപ്പം തന്നെ കേരളത്തിലേക്ക് കടന്നു കയറാനും സംഘപരിവാർ ശ്രമിക്കുന്നെന്ന് കോൺഗ്രസ് ആരോപിക്കുകയാണ്. തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തരത്തിൽ വോട്ട് ചോരിയിലൂടെയാണ് സുരേഷ് ഗോപി ജയിച്ചു വന്നതെന്നും കോൺഗ്രസ് പറഞ്ഞു വെക്കുന്നു. ഇത്തരത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ വലിയ ജനവികാരമുണ്ട്. അത് മുതലാക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. അത് മാത്രമല്ല, മുമ്പെങ്ങുമില്ലാത്ത വിധം കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം ചലിക്കുന്നതിന്റെ നേർക്കാഴ്ചയും നമ്മൾ കാണുകയാണ്. CPM-ന്റെ വിലയിരുത്തല് ഭരണവിരുദ്ധ വികാരമില്ല എന്നല്ലേ? തീർച്ചയായും സംസ്ഥാന സെക്രട്ടേറിയറ്റ്, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ലഭിച്ച അതിദയനീയ പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയും ആ യോഗത്തിൽ അവർ പറഞ്ഞത് ശബരിമല വിഷയം, ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സർക്കാരിനെ ബാധിച്ചിട്ടില്ല. CPM-ന്റെ പരാജയത്തിന് അത് കാരണമല്ല. താത്വികമായ ഒരു അവലോകനം, ശ്രീനിവാസന്റെ ഓർമ്മകൾ തുളുമ്പുന്ന ദിവസത്തിൽ പറഞ്ഞ താത്വികമായ ഒരു അവലോകനത്തിലൂടെ അവർ പറഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അത്രയുള്ള പരാജയം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ലെന്നാണ്. പക്ഷേ കണക്കുകൾ പരിശോധിക്കുമ്പോൾ കോൺഗ്രസ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 14 ജില്ലകളിലും അത്യുജ്വലമായ മുന്നേറ്റമാണ് സൃഷ്ടിച്ചത്. ആ മുന്നേറ്റത്തിന്റെ ചുവട് പിടിച്ച് കൃത്യമായി പറയാൻ സാധിക്കും, ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ അലയടിക്കുന്നുണ്ട്. സർക്കാർ ജീവനക്കാർക്ക് ശമ്പള പരിഷ്കരണം ഉൾപ്പെടെയുള്ള വിഷയവുമായി ബന്ധപ്പെട്ട സർക്കാർ ജീവനക്കാർ കടുത്ത പ്രതിഷേധത്തിലാണ്. പങ്കാളിത്ത പെൻഷൻ, തങ്ങൾ അധികാരത്തിൽ വന്നാൽ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കും, അത് റദ്ദാക്കുമെന്ന് പറഞ്ഞാണ് 2016 പിണറായി സർക്കാർ CPM അധികാരത്തിൽ വരുന്നത്. പങ്കാളിത്ത പെൻഷൻ ഇപ്പോഴും നിലനിൽക്കുന്ന സാഹചര്യം.
സർക്കാർ ജീവനക്കാരുടെ ശമ്പള വർധനവുമായി ബന്ധപ്പെട്ട് അവർ തന്നെ സമരമുഖത്താണ്. പ്രതിപക്ഷ സർവീസ് സംഘടനകൾ, അവരോടൊപ്പം ഭരണപക്ഷത്തെ ആളുകൾ പോലും CPIയുടെ ജോയിന്റ് കൗൺസിൽ അടക്കമുള്ള സർവീസ് സംഘടനകൾ സമരമുഖത്തുണ്ട്. അവർക്ക് വലിയ പ്രതിഷേധമുണ്ട്. വിദ്യാർത്ഥി സംഘടനകൾ തെരുവിലാണ്, യുവജന സംഘടനകൾ തെരുവിലാണ്, മഹിളാ സംഘടനകൾ തെരുവിലാണ്. അതോടൊപ്പം തന്നെ സാംസ്കാരിക സംഘടനകൾ പോലും കേരളത്തിന്റെ മണ്ണിൽ സമരരംഗത്തേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ സർക്കാരിനെതിരെ വലിയ വികാരമുണ്ട്. ഇത് വോട്ടായി മാറും എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. അതിനപ്പുറം കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം, കോൺഗ്രസ് മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ കൃത്യമായ സ്ഥാനാർത്ഥി നിർണയം, എതിരാളികൾക്ക് പോലും പ്രാപ്യരായ അല്ലെങ്കിൽ അവർക്ക് പോലും താല്പര്യമുള്ള യുവത്വത്തിനും പരിചയസമ്പത്തിനും എല്ലാം ഒരേപോലെ പ്രാതിനിധ്യം നൽകുന്ന സ്ഥാനാർത്ഥി പട്ടിക കൂടി പ്രഖ്യാപിച്ച്, അതും തെരഞ്ഞെടുപ്പിന് ഏറെ മുമ്പ് തന്നെ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. നേരത്തെ തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രിക നൽകുന്നതിന്റെ ഒരാഴ്ച മുമ്പ് മാത്രമാണ് കോൺഗ്രസിന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയാതെ തമ്മിൽ കുത്തും, ഗ്രൂപ്പ് പോരും. കാരണം ഇനി അങ്ങനെ ഉണ്ടാവില്ല. കൃത്യമായ സ്ഥാനാർത്ഥി നിർണയം പൂർത്തീകരിച്ച സ്ഥാനാർത്ഥികളെ മണ്ഡലത്തിൽ സജീവമാക്കി ഭരണം പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ അവകാശവാദം. അതിനു മുമ്പ് കേരളത്തിൽ ഒരു കേരള യാത്ര വരാൻ പോവുകയാണ്. അതാ കേരളം ഇളക്കി മറിക്കുന്ന തരത്തിലുള്ള കേരള യാത്രയ്ക്ക് കോൺഗ്രസ് രൂപം നൽകുന്നുണ്ട്. എല്ലാ തരത്തിലും കൃത്യമായ ഇടവേളകളിൽ സംഘടന ചലിപ്പിച്ച് താഴെത്തട്ടിലെ ബൂത്ത് തല പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് കൃത്യമായി കോൺഗ്രസിന്റെ സംഘടനാ പ്രവർത്തനം മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിൽ ഭരണം പിടിക്കാൻ കഴിയും. CPMന്റെ 10 വർഷത്തെ ഭരണത്തിന് അന്ത്യം കുറിച്ച് ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി സംസ്ഥാനത്ത് അധികാരത്തിലേറുമെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ അവകാശവാദം. ചേട്ടാ, ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും പ്രിയങ്ക ഗാന്ധി വരും. കാര്യം വയനാട്ടിൽ നിന്നുള്ള MP ആണ്. രാഹുൽ ഗാന്ധി വരാൻ സാധ്യതയുണ്ട്. ഏതൊക്കെ ദേശീയ നേതാക്കളായിരിക്കും വരാൻ സാധ്യതയുള്ളത്? തീർച്ചയായും നേരത്തെ പോലെയല്ല. നേരത്തെ ഒരു 10 വർഷം മുമ്പ് നടക്കുന്ന തെരഞ്ഞെടുപ്പാണെങ്കിൽ കേരളത്തിൽ ഒരു LDFും UDFും തമ്മിലുള്ള മത്സരമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ചില മണ്ഡലങ്ങളിൽ ത്രികോണ മത്സരമുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അതായത് NDA, BJP അവർ കളം നിറച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ BJPയെയും NDAയും അതോടൊപ്പം ഇടതുമുന്നണിയും ഒരേപോലെ എതിർക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, മുന്നണി സംവിധാനം എന്ന രൂപത്തിൽ കോൺഗ്രസിനും UDFന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, സച്ചിൻ പൈലറ്റ്, തൊട്ട അയൽ സംസ്ഥാനമായ കർണാടകയിലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, അദ്ദേഹം PCC അധ്യക്ഷൻ കൂടിയാണ്. അതുപോലെയുള്ള നേതാക്കന്മാർ, തമിഴ്നാട്ടിലെ നേതാക്കന്മാർ വരും. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, അങ്ങനെയുള്ള കോൺഗ്രസിന്റെ പവൻ ഖേര, ഇപ്പോൾ തന്നെ നിലവിൽ AICCയുടെ കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി മുഴുവൻ സമയം കേരളത്തിലുണ്ടവർ. അത്തരത്തിൽ ദേശീയ നേതാക്കന്മാരുടെ ഒരു പട തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ, NSUവിന്റെ അധ്യക്ഷൻ, മഹിളാ കോൺഗ്രസിന്റെ അധ്യക്ഷൻ അൽക്കാലാംബയെ പോലുള്ള ആളുകളെല്ലാം കേരളത്തിൽ വരും. അവർ കേരളത്തിൽ കളം നിറയും. 140 മണ്ഡലങ്ങളും ഇളക്കി മറിച്ചുള്ള പ്രചരണങ്ങൾ, ചിട്ടയായ സംഘടനാ പ്രവർത്തനം, സംസ്ഥാന സർക്കാരിനെതിരായ ജനങ്ങളുടെ മനസ്സിന്റെ അകത്തളങ്ങളുടെ വികാരം, ഇതെല്ലാം വോട്ടായി മാറുമ്പോൾ സംശയമില്ല ഇന്ദ്രപ്രസ്ഥത്തിൽ നരേന്ദ്രമോദിക്കെതിരായ വികാരം കൂടി കേരളത്തിൽ പ്രതിഫലിക്കുമ്പോൾ അനന്തപുരിയുടെ മണ്ണിൽ, അനന്തപത്മനാഭന്റെയും അയ്യങ്കാളിയുടെയും മണ്ണിൽ ഇത്തവണ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി അധികാരത്തിൽ വരും. അത് കേരളത്തിന്റെ ചരിത്രത്തിൽ 10 വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടി CPMനെയും ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. കാരണം CPM ഇന്ന് വരെ കേരളത്തിൽ നേരിടാത്ത ദയനീയ പരാജയമായിരിക്കും CPMന് വരാനിരിക്കുന്നെന്ന് കോൺഗ്രസ് ക്യാമ്പ് നാഴികക്ക് 40 വട്ടം പറഞ്ഞു വെക്കുകയാണ്. നമുക്ക് എന്തായാലും ഇതിന്റെ എങ്ങനെയായിരിക്കും കേരളത്തിലെ ജനം ചിന്തിച്ചത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ചേർത്ത് പിടിച്ചതുപോലെ, കേരളം കരം പിടിച്ചതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരളം കോൺഗ്രസിനെ ചേർത്ത് പിടിക്കുമെന്ന് റിസൾട്ട് വന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. എന്തായാലും കോൺഗ്രസിന് ഇനി ജീവൻ മരണ പോരാട്ടത്തിന്റെ നാളുകളാണ്. ദിവസങ്ങൾ എണ്ണിയുള്ള പ്രവർത്തനങ്ങളുമായി കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ്.